ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മോം ആൻഡ് ദി ടൈനി സ്കോട്ട്സ്. ഇന്നൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ. നമുക്കിന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ ആരാന്നൊക്കെ ഞാൻ പറയാം. അവർ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ മുതൽ തുടങ്ങിയ എൻ്റെ വൃത്തിയാക്കലും ക്ലീനിങ് പരിപാടികളായിരുന്നു കേട്ടോ. ഫുള്ള് ഒരു 4:30-5 മണിയോടായി ഞാനിതെല്ലാം ഒന്ന് സെറ്റാക്കി കഴിഞ്ഞപ്പം. എനിക്ക് എത്ര ഒരിക്കലും തൃപ്തിയാവില്ല. ഞാനിങ്ങനെ ആരെങ്കിലും വരിക എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി ഞാനിങ്ങനെ നടന്ന് ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കും. അവസാനം ഞാൻ ഫ്രഷായി അവസാന നിമിഷത്തെ മിനുക്ക് പണികളാണ് കേട്ടോ നിങ്ങളീ കാണുന്നത്. എൻ്റെ പുറകെ കല്ലൂസും ഉണ്ടാവും കേട്ടോ, ബാല് പോലെ നടക്കാനായിട്ട്. ഇനി ആരാണ് വരുന്നതെന്ന് ഞാൻ പറയാം. നമ്മുടെ പഴയ ഫ്ലാറ്റിൽ നമ്മുടെ തൊട്ടടുത്ത റൂമിൽ താമസിച്ചിരുന്ന ഡെന്നസ്, നിഷ, രാഘക്കുട്ടി ഫാമിലിയാണ് കേട്ടോ വരുന്നത്. ഞാൻ അവരെ പ്രത്യേകം പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. കാരണം വീരുവിനെ അറിയുന്നവർക്കൊക്കെ രാഗയും അറിയുന്നുണ്ടാവും. വീരുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൽ ഒരാളായിരുന്നു രാഗ. അപ്പം അവർ വരികയെന്ന് പറഞ്ഞപ്പോൾ രാവിലെ മുതൽ വീര് വെയിറ്റിംഗ് ആണ് കേട്ടോ. അങ്ങനെ അവരൊരു 7:30 ആയപ്പോൾ അവരെത്തി. അവരെ ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് ഫെമിലിയർ ആവുന്ന രീതിയിൽ പറയാനാണെങ്കിൽ ഫേമസ് പ്ലേ ബാക്ക് സിംഗർ ബെന്നി ദയാലിൻ്റെ ബ്രദറും ഫാമിലിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ പറയുമ്പോൾ കുറച്ചുകൂടി ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും. എന്തായാലും അവരെത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഫുൾ ഞങ്ങൾ കത്തേടിയായിരുന്നു. കത്തേടി തീരുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ചായ കുടിക്കാനിരുന്നു. വീരു രാഗ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ബിക്കോസ് അവർക്ക് പരസ്പരം നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരങ്ങനെ അത്രയും ക്ലോസ് ആയിട്ടാണ് അവിടെ വളർന്നുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നപ്പോൾ അത് ഞങ്ങൾക്കും അവർക്കൊക്കെ ഒരു ഭയങ്കര വിഷമമായിരുന്നു. അപ്പം നന്നായിട്ട് ഞങ്ങൾ അന്നത്തെ ദിവസം ഒരുപാട് നേരം സംസാരിച്ചും വിശേഷങ്ങൾ പങ്കുവച്ചിട്ടൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ താഴെ ഒരു വാക്കിങ്ങിനൊക്കെ പോയി. അവിടെയും കത്തേടി തന്നെയായിരുന്നു കാര്യമായിട്ട്. വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി സത്യം പറഞ്ഞാൽ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പുറത്തു പോയി. നമ്മുടെ ഇവിടെ അടുത്തുള്ള അറബിക് റെസ്റ്റോറൻറ്റായ ബർക്കാസിലാണ് പോയത്. കല്ലൂസും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ, അവൾ രാഗ ചേച്ചിയായിട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ച് നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ അവിടുന്ന് പതുക്കെ ഞങ്ങളൊരു 12 മണിയായപ്പോൾ ഞങ്ങൾ അവിടുന്ന് ബൈ ബൈ പറഞ്ഞ് ഇറങ്ങി. അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ.